മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിച്ചു. വൈദ്യപരിശോധനയ്ക്ക് തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ രാഹുലിനെ എത്തിച്ചപ്പോഴും വൻ പ്രതിഷേധമാണ് ഉയർന്നത്. യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിനിടെയാണ് രാഹുലിനെ കോടതിയിലേക്ക് എത്തിച്ചത്. ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നു. സുധീഷ്, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? രാഹുലിനെ കോടതിയിൽ എത്തിക്കുന്നതും ആശുപത്രിയിൽ വെച്ചും കോടതിയിൽ മുമ്പിലെത്തിക്കുമ്പോഴും ശക്തമായ പ്രതിഷേധം, യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകളുടെ പ്രതിഷേധം കാണാൻ കഴിഞ്ഞു. നിലവിൽ രാഹുലിനെ കോടതിയിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, അല്പം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തെ വലിയ പ്രതിഷേധത്തിന് നടുവിലൂടെ തിരുവല്ല കോടതിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കേസ് കോടതി പരിഗണിക്കും. ആദ്യം പോലീസിന്റെ റിപ്പോർട്ട് പരിശോധിക്കുകയും തുടർന്ന് കസ്റ്റഡി അപേക്ഷയും അതോടൊപ്പം തന്നെ ജാമ്യ അപേക്ഷയും കോടതി പരിഗണിക്കും. അതിലുള്ള വാദം നടക്കും. അതിനുശേഷമാവും നിർണായകമായ തീരുമാനത്തിലേക്ക് കോടതി എത്തുക. എന്തുതന്നെയായാലും ഇന്ന് സബ് ജയിലിൽ നിന്ന് രാഹുലിനെ തിരുവല്ല കോടതിയിലേക്ക് കൊണ്ടുവരാൻ ഇറക്കുമ്പോഴും വഴിനീളയും അതോടൊപ്പം തന്നെ വൈദ്യപരിശോധനയ്ക്കായി തിരുവല്ലയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴുമെല്ലാം വലിയ പ്രതിഷേധമാണ് അടക്കമുള്ള യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും എത്തിയത്. യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ അവർ ഒരു ട്രോഫിയും കരുതിയിരുന്നു. 1ാം നമ്പർ കോഴി എന്ന് എഴുതിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം പതിച്ച ട്രോഫിയുമായാണ് അവർ പ്രതിഷേധിച്ചത്. അത് കഴിഞ്ഞ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ പുറത്തേക്ക് ഇറക്കുമ്പോഴും ആ വാഹനം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനെ ശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ടാണ് പോലീസ് രാഹുലിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം കോടതി വളപ്പിലേക്ക് എത്തിച്ചത്. കോടതി വളപ്പിൽ എത്തിക്കുമ്പോഴും അവിടെ നിന്നും രാഹുലിനെ പുറത്തേക്ക് ഇറക്കുമ്പോഴുമെല്ലാം ശക്തമായ പ്രതിഷേധം തന്നെയാണ് കണ്ടത്. രാഹുലിന്റെ രാജി ഉണ്ടാകും വരെയും പ്രതിഷേധം തുടരും എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാർ നിലകൊണ്ടതും. ഇപ്പോൾ ഈ കേസ് പരിഗണിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൽ എന്താവും കോടതിയുടെ തീരുമാനം എന്നത് നമുക്കറിയാൻ കഴിയും. രാഹുലിനെ കൊണ്ടുവന്ന ഈ വാഹനത്തിന് ചുറ്റും പോലീസുകാർ ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമാണ് കോടതി വളപ്പിൽ അപ്പാടെ തന്നെ ഉള്ളത്. ഈ പോലീസ് സന്നാഹങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് യുവജന പ്രസ്ഥാനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനി തിരിച്ച് രാഹുലിനെ പുറത്തേക്ക് ഇറക്കുമ്പോഴും ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പോലീസ് സന്നാഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതും. അമൽ, സുധീഷ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് രാഹുലിനെതിരെ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഇന്ന് ഈ ഒരു കേസ് എന്ന് പറയുന്നത് 1ാമത്തെയോ 2ാമത്തെ കേസ് പോലെയുള്ള 3ാമത്തെ കേസാണ്. അതിജീവി നൽകിയ പരാതിയിൽ രാഹുലിനെ അതിരഹസ്യമായി നടത്തിയ ഒരു നീക്കത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്? കോടതി വിധി എന്തായിരിക്കും? അമൽ, കസ്റ്റഡി അപേക്ഷ 7 ദിവസത്തേക്കാണ് ചോദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ യുവതിയെ പീഡിപ്പിച്ച തിരുവല്ലയിലെ ലോഡ്ജിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാട്ടി തന്നെയാണ് പ്രോസിക്യൂഷൻ വാദം നടത്തുക. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനും എല്ലാം ആവശ്യമാണ് രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടത് എന്ന നിലപാട് തന്നെയാണ് പോലീസിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും വാദം നടക്കുക. അതിൽ കുറഞ്ഞത് 5 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വീട്ടിലുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ ഇത് സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമെന്ന നിലയിൽ ഇതിനെ ലഘൂകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ ജാമ്യ അപേക്ഷ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ജാമ്യം ഒരു കാരണവശാലും കൊടുക്കരുത്. ഈ പറഞ്ഞ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 1ാമത്തെ ഇത് 3ാമത്തെ രേഖാമൂലം ചെയ്യാൻ കഴിയും. നമുക്കറിയാം, ആദ്യ കേസിൽ തന്നെ അന്ന് രാഹുൽ നിരവധി ദിവസമാണ് കേരളത്തിന് പുറത്തുപോയി ഒളിവിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് കോൺഗ്രസ് നേതാക്കളടക്കമാണ് കേരളത്തിന് പുറത്തുപോയി ഒളിവിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് കോൺഗ്രസ് നേതാക്കളടക്കം സഹായിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ വളരെ രഹസ്യമായി തന്നെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്തവണ പോലീസിന് സാധിച്ചിട്ടുള്ളത്. ഈ 3ാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ അത് ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും അത് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തള്ളാനും കസ്റ്റഡിയിൽ വിടാനുമുള്ള ഒരു സാധ്യത തന്നെയാണ്. അത് തന്നെയാണ് 3ാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും കോടതി പരിസരത്ത് എത്തിച്ചപ്പോഴും യുവമോർച്ച അടക്കമുള്ള സംഘടനകളുടെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. നമ്പർ 1 കോഴി എന്ന ഒരു ട്രോഫി അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം ജാമ്യാപേക്ഷ കസ്റ്റഡി അപേക്ഷ
കോടതി പരിഗണിക്കും. രാഹുലിന്റെ വിധി എന്താകുമെന്നുള്ളത് അല്പസമയത്തിന് തന്നെ അറിയാൻ കഴിയും.